രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിനം ഒടുവിലെത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23ാം ഗഡു വിതരണം ഇന്നലെ ഔദ്യോഗികമായി നടക്കുകയുണ്ടായി. ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘട്ടമാണ് നടന്നത്. ഇന്നത്തെ വീഡിയോയിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ പണം എപ്പോൾ അക്കൗണ്ടിലെത്തും, എന്തുകൊണ്ടാണ് ചിലർക്ക് ലഭിക്കാതിരിക്കാൻ സാധ്യതയുള്ളത്, ഇതുകൂടാതെ സ്റ്റേറ്റസ് എങ്ങനെ പരിശോധിക്കാം, ഇനി വരാനിരിക്കുന്ന ഗഡുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം വിശദമായിട്ട് കാണാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കൂ, കാരണം അവസാന നിമിഷം വരെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുന്നുണ്ട്. ഒരു കാര്യം പോലും നിങ്ങൾ മിസ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 23ാം ഗഡു തടയപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന കർഷകരുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. രാജ്യത്തെ ചെറുകിട ഇടത്തരം കർഷകർക്ക് വർഷം 6000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത്. ഈ തുക 2000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നു. 2026 ജൂൺ 21 പദ്ധതിയുടെ 23ാം ഗഡുവിന്റെ വിതരണം ഔദ്യോഗികമായി ആരംഭിച്ചു. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിൽ നടന്ന പ്രത്യേക കർഷക സമ്മേളനത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഗഡുവിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 23ാം ഗഡുവായി 2000 രൂപ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അയച്ചു തുടങ്ങി. രാജ്യത്തെ കോടിക്കണക്കിന് കർഷക കുടുംബങ്ങൾക്ക് ഈ തുക വലിയ സഹായകമാണ്. വിത്ത് വാങ്ങുന്നതിനും വളം വാങ്ങുന്നതിനും കൃഷിയിടത്തിലെ ചെറിയ ചിലവുകൾ നേരിടുന്നതിനും ഈ പണം ഉപയോഗിക്കപ്പെടുന്നു. 23ാം ഗഡു വിതരണത്തിന്റെ പ്രധാന സവിശേഷത DBD സംവിധാനം വഴിയുള്ള പണം കൈമാറ്റമാണ്. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നാൽ ഇടനിലക്കാരില്ലാതെ ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക എത്തിക്കുന്ന രീതിയാണ്. പണം വിതരണം ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് 4 മണിക്ക് ശേഷമാണ്. എന്നാൽ ബാങ്കുകളുടെ സെർവർ തിരക്കും പ്രോസസ്സിംഗ് സമയവും അനുസരിച്ച് തുക അക്കൗണ്ടിലെത്താൻ കുറച്ച് സമയം എടുത്തേക്കാം. ചില ബാങ്കുകളിൽ ഉടൻ തുക കാണും, ചില ബാങ്കുകളിൽ 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ എടുക്കും. ആയതിനാൽ കർഷകർ അക്ഷമ കാണിക്കാതെ കാത്തിരിക്കണം. തുക കിട്ടിയതിന്റെ SMS മൊബൈൽ നമ്പറിലേക്ക് വരും. SMS വന്നില്ലെങ്കിലും ബാങ്ക് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്തു ബാങ്ക് ആപ്പ് ഉപയോഗിച്ച് തുക വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാം. 23ാം ഗഡുവിന്റെ പണം എല്ലാ കർഷകർക്കും ലഭിക്കില്ല. അർഹതയും യോഗ്യതയും പാലിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായ കാരണം ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ പണം മുടങ്ങും. ആധാർ സീഡിംഗ് നിർബന്ധമാണ്. രണ്ടാമത്തെ പ്രധാന കാരണം EKYC പൂർത്തിയാക്കാത്തതാണ്. EKYC എന്നാൽ ഇലക്ട്രോണിക് നോ യുവർ കസ്റ്റമർ എന്നാണ്. PM കിസാൻ പോർട്ടലിലെയോ കോമൺ സർവീസ് സെന്ററിലോ പോയി വിരലടയാളം അല്ലെങ്കിൽ OTP വെച്ച് EKYC ചെയ്യണം. മൂന്നാമത്തെ കാരണം ഭൂവിവരങ്ങളിൽ പിശകുള്ളതാണ്. കർഷകന്റെ പേര്, ഭൂമിയുടെ വിസ്തൃതി, നമ്പർ തുടങ്ങിയ വിവരങ്ങൾ തെറ്റാണെങ്കിൽ പണം തടയും. ഈ 3 കാര്യങ്ങളും കൃത്യമായി ചെയ്തില്ലെങ്കിൽ 23ാം ഗഡു ലഭിക്കില്ല. കുടിശ്ശികയായ മുൻഗഡുക്കളും കിട്ടില്ല. അതിനാൽ എല്ലാ കർഷകരും ഉടൻ തന്നെ ആധാർ ലിങ്കിങ്ങും EKYCയും ഭൂവിവര പരിശോധനയും നടത്തണം. പണം ലഭിച്ചോ എന്ന് പരിശോധിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. ഏറ്റവും എളുപ്പം മൊബൈൽ ഫോണിലേക്ക് വരുന്ന SMS നോക്കുക എന്നതാണ്. തുക ക്രെഡിറ്റ് ആയാൽ ബാങ്ക് ഉടൻ മെസ്സേജ് അയക്കും. രണ്ടാമത്തെ മാർഗം ബാങ്ക് ആപ്പ് ഉപയോഗിക്കുക എന്നതാണ്. ഫോൺ പേ, ഗൂഗിൾ പേ, ബാങ്കിന്റെ സ്വന്തം ആപ്പ് എന്നിവയിൽ ബാലൻസ് പരിശോധിക്കാം. മൂന്നാമത്തെ മാർഗം ATM മെഷീനിൽ പോയി മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്നതാണ്. നാലാമത്തെ മാർഗം PM കിസാൻ പോർട്ടൽ ഉപയോഗിക്കുക എന്നതാണ്. pmkisan.government.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയി ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അവിടെ മൊബൈൽ നമ്പറോ ആധാർ നമ്പറോ രജിസ്ട്രേഷൻ നമ്പറോ കൊടുത്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് ഗെറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്താൽ സ്റ്റേറ്റസ് കാണാൻ സാധിക്കും. സ്റ്റാറ്റസിൽ 23ാം ഗഡു പെയ്ഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ തുക വന്നിട്ടുണ്ട്. പെൻഡിംഗ് എന്ന് കാണിക്കുകയാണെങ്കിൽ മുകളിൽ പറഞ്ഞ കാരണങ്ങൾ പരിശോധിക്കണം. 23ാം ഗഡുവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. 4000 രൂപയോ അതിൽ കൂടുതലോ കിട്ടുമെന്ന വാർത്തകൾ പൂർണ്ണമായും വ്യാജമാണ്. PM കിസാൻ പദ്ധതി പ്രകാരം ഒരു ഗഡുവിന് 2000 രൂപ മാത്രമാണ് ലഭിക്കുക. ഒരു വർഷത്തിൽ 3 ഗഡു വഴി 6000 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. 4000 രൂപ ഒറ്റയടിക്ക് കിട്ടുമെന്ന വാർത്ത വിശ്വസിക്കരുത്. സർക്കാരിന്റെ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പിന്തുടരണം. PM കിസാൻ പോർട്ടലും കൃഷി വകുപ്പിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളുമാണ് വിശ്വസനീയമായ ഉറവിടങ്ങൾ. വാട്സപ്പിൽ വരുന്ന ഫോർവേഡ് മെസ്സേജുകളും യൂട്യൂബ് വീഡിയോകളും പരിശോധിക്കാതെ വിശ്വസിക്കരുത്.
തട്ടിപ്പുകാർ ഫോൺ വിളിച്ച് OTP ചോദിച്ചാൽ നൽകരുത്. സർക്കാർ ജീവനക്കാരും തന്നെ ഫോൺ വിളിച്ച് OTP ചോദിക്കുകയില്ല. ഭാവിയിൽ ഗഡുക്കം നഷ്ടപ്പെടാതിരിക്കാൻ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ആദ്യം ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യണം. ബാങ്കിൽ പോയി ആധാർ സീഡിംഗ് ഫോം നൽകി അത് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത് PM കിസാൻ പോർട്ടലിൽ പോയി EKYC പൂർത്തിയാക്കണം. OTP വഴി ചെയ്യാൻ കഴിയുന്നവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. OTP വഴി ചെയ്യാൻ കഴിയാത്തവർക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ പോയി ബയോമെട്രിക് EKYC ചെയ്യണം. മൂന്നാമത്തേത് ഭൂവിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കണം. പട്ടയം, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയിലെ പേരും ഭൂമിയുടെ വിവരങ്ങളും ഒരുപോലെ ആയിരിക്കണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൃഷിഭവനിലോ പഞ്ചായത്ത് ഓഫീസിലോ പോയി തിരുത്തൽ വരുത്തണം. ഈ 3 കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ 24, 25, 26 എന്നീ അടുത്ത ഗഡുക്കളും കൃത്യമായി ലഭിക്കും. PM കിസാൻ പദ്ധതി 2018 മുതൽ നടപ്പാക്കുന്നുണ്ട്. ഇതുവരെ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് 22 ഗഡുക്കൾ വഴി വലിയ സാമ്പത്തിക സഹായം ലഭിച്ചു. 23ാം ഗഡു കൂടി ചേരുന്നതോടെ കർഷകർക്ക് ലഭിക്കുന്ന ആകെ സഹായം വളരെ വലുതാകും. കൃഷിയിടത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിത ചെലവുകൾ നേരിടാൻ ഈ തുക വലിയ താങ്ങാണ്. മഴ മാറിപ്പെയ്താൽ, വിള നശിച്ചാൽ, വളത്തിന്റെ വില കൂടിയാലൊക്കെ ഈ 2000 രൂപ ആശ്വാസം നൽകുന്നു. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ കർഷക കുടുംബങ്ങൾ മാത്രമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, വരുമാന നികുതി അടയ്ക്കുന്നവർ, ഡോക്ടർമാർ, അഭിഭാഷകർ, ചാർട്ടേഡ് അക്കൗണ്ടുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി ബാധകമല്ല. യോഗ്യതയില്ലാത്തവർ സ്വമേധയാ പണം തിരികെ നൽകണം. 23ാം ഗഡുവിന്റെ വിതരണം രാജ്യമെമ്പാടും ഒരേ സമയത്താണ് ആരംഭിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ ലക്ഷക്കണക്കിന് കർഷകർ പങ്കെടുത്തു. പ്രധാനമന്ത്രി കർഷകരുമായി നേരിട്ട് സംവാദിച്ചു. കൃഷിയുടെ ആധുനിക രീതികളെക്കുറിച്ചും ജൈവ കൃഷിയെക്കുറിച്ചും പ്രസംഗിച്ചു. PM കിസാൻ പദ്ധതി വഴി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യം സർക്കാർ ആവർത്തിച്ചു. കർഷകർക്ക് സാങ്കേതിക സഹായം നൽകുന്നതിന് കിസാൻ കോൾ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. 155261 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് എന്തെങ്കിലും സംശയം ചോദിക്കാം. ജില്ലാ കൃഷി ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും വിവരങ്ങൾ ലഭിക്കും. അവസാനമായി ഓർക്കേണ്ടത് PM കിസാൻ ഒരു ദാനമല്ല, കർഷകർക്ക് അർഹമായ ബഹുമാനമാണ് എന്നതാണ്. രാജ്യത്തിന് അന്നമുണ്ടാക്കുന്ന കർഷകരുടെ കൈകൾക്ക് ബലം പകരുന്നതിനുള്ള സർക്കാരിന്റെ സംഭാവനയാണ് ഈ പദ്ധതി. 23ാം ഗഡു കൃത്യമായി ലഭിക്കാൻ ആധാർ ലിങ്കിങ്ങും EKYCയും ഭൂവിവര പരിശോധനയും പൂർത്തിയാക്കണം. വ്യാജ വാർത്തകളിൽ വീഴാതെ ഔദ്യോഗിക ഉറവിടങ്ങൾ മാത്രം പിന്തുടരണം. തുക ലഭിച്ചിട്ടുണ്ടോ എന്ന് ബാങ്ക് ആപ്പിലോ പാസ്ബുക്കിലോ പരിശോധിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൃഷിഭവനിൽ പോയി പരാതി നൽകണം. PM കിസാൻ പദ്ധതി കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഈ പദ്ധതി തുടരുന്ന കാലത്തോളം രാജ്യത്തെ കർഷകർക്കൊരു സാമ്പത്തിക സുരക്ഷാ വലയം ഉറപ്പിക്കും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ദിനംപ്രതി ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.